കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിയമത്തെയോ പ്രവചനങ്ങളെയോ അസാധുവാക്കുവാനല്ല, ഇല്ലാതാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ, പ്രവചനങ്ങളെ പൂർത്തീകരിക്കുവാനായിട്ടാണ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 613 നിയമങ്ങൾ, ആ നിയമങ്ങൾ അതേപടി പാലിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്ന ഒരു ജനസമൂഹത്തെയാണ് കാണുന്നത്. 10 കൽപ്പനകൾ ദൈവം നൽകിയെങ്കിൽ അതിനോടൊപ്പം മറ്റ് 100,000 നിയമങ്ങൾ എഴുതി ചേർക്കപ്പെട്ടപ്പോൾ നിയമം പാലിക്കുക എന്നത് ഒരു പരിധിവരെ മനുഷ്യന് അസാധ്യമായി തീരുകയും നിയമം പാലിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവർക്ക് അതൊരു ഭാരമായി തീരുകയുമാണ് ചെയ്തത്. എന്നാൽ ഈശോ തൻ്റെ വചനങ്ങളിലൂടെ ഇവയെല്ലാം സുവിശേഷത്തിൽ പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടുകൂടി സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് ഈശോ വളരെ സ്പഷ്ടമായിട്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെയാണ് നമുക്ക് നിയമം പാലിക്കുവാനും പ്രവചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രിസ്തു എന്ന കേന്ദ്രീകൃത കഥാപാത്രത്തിലേക്ക് കടന്നു വരുവാനുമൊക്കെ സാധിക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിയമങ്ങളുടെ, പ്രവചനങ്ങളുടെ യഥാർത്ഥമായ പൂർത്തീകരണം എന്നത് യേശുവാണെന്നും ആ യേശുവിൽ വിശ്വസിക്കുന്നത് വഴി നീ രക്ഷ പ്രാപിക്കുമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ചെന്നും സ്വന്തം പുത്രനെ പോലും നൽകിക്കൊണ്ട് ഈ ലോകത്തെയും സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിലുമാണ് എല്ലാ പ്രവചനങ്ങളുടെയും പൂർത്തീകരണം എന്നത്. ഈശോ സകല നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായി തീർന്നുകൊണ്ട് നിയമവും പ്രവചനങ്ങളും എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് സ്നേഹത്തിലാണ്. ആ സ്നേഹം ദൈവമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരികയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. പ്രിയമുള്ളവരെ, എല്ലാ പ്രവചനങ്ങളെയും എല്ലാ നിയമങ്ങളെയും നമ്മൾ കർത്താവിൻ്റെ കണ്ണിലൂടെ, സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണിലൂടെ കാണണമെന്നാണ്.
കർത്താവിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ നമുക്ക് നിയമത്തിൻ്റെ പ്രവചനങ്ങളുടെയൊക്കെ അന്തസ്സത്ത അത് സ്നേഹമാണെന്നും ദൈവത്തെ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം നൽകിക്കൊണ്ട് സ്നേഹിക്കണമെന്നും നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കണമെന്നും നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകം നൽകുന്ന സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ എന്നതിലുപരി എനിക്ക് എൻ്റെ ദൈവമായ കർത്താവാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അവനാണ് ഞാൻ ഏറ്റവും വലിയ സ്ഥാനം നൽകുന്നത്. അവനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ദൈവത്തിന് വലിയ സ്ഥാനം നൽകുമ്പോൾ, ദൈവത്തെ ഹൃദയം നിറഞ്ഞ് ഏറ്റവും വലിയ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കണ്ണിലൂടെ നിയമങ്ങളെയും പ്രവചനങ്ങളെയും വായിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് കർത്താവിൻ്റെ മുഖത്തിന് അത് സ്നേഹത്തിൻ്റെതായ കരുണയുടേതായ ഒരു നോട്ടമുണ്ട്. സകല മനുഷ്യരെയും ദൈവം ദർശിക്കുന്നത് സ്നേഹത്തോടും കരുണയോടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ സകല നിയമങ്ങളും പ്രവചനങ്ങളും വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ അറിഞ്ഞ് മനസ്സിലാക്കി അതിലധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒന്നാമനാകുവാനുള്ള വലിയ ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഒന്നാമകനാകാൻ ആഗ്രഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സ്വർഗത്തിലായിരിക്കണം നീ ഒന്നാമനായിട്ട് മാറേണ്ടത്. ഈ ലോകത്തിലല്ല, ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ മുമ്പിലല്ല. ഈ ലോകത്തിൻ്റെതായ സ്ഥാനമാനങ്ങളും വ്യക്തിഗതമായ ചില അവസ്ഥകളുമൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴല്ല മകനെ മകളെ നീ വലിയവനാകുന്നത്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് ഒന്നാമനാകുവാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, അന്ത്യത്താഴവേളയിൽ ഒന്നാമനായ ദൈവം ദാസനായി മാറിക്കൊണ്ട് മറ്റുള്ളവരുടെ കാൽ കഴുകിക്കൊണ്ട് സ്നേഹമെന്തെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വന്തം സഹോദരനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ കാൽവരിക്കുന്നിൻ്റെ മുകളിൽ ജീവാർപ്പണം ചെയ്തുകൊണ്ട് സകലരുടെയും രക്ഷയായിട്ട് മാറിക്കൊണ്ട് സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ ദൈവീകത ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ടൊരു മനുഷ്യനായി മാറിക്കൊണ്ട് ഇന്നും വിശുദ്ധ കുർബാനയിൽ എത്രമാത്രം ചെറുതാക്കുവാൻ സാധിക്കുമോ അത്രമാത്രം ചെറുതാക്കിക്കൊണ്ട് നമ്മളെ വലിയവരാക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവിനെന്ന്, അതുപോലെ സഹോദരരെയും സ്നേഹിക്കുവിനെന്ന്. യഥാർത്ഥമായ ദൈവസ്നേഹം, ദൈവത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായ ജീവിതം നമുക്ക് കരഗതമായിട്ട് മാറും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ദൈവം അഭിലഷിക്കുന്ന, ദൈവം കാണിച്ചു തന്ന, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നീ സ്വർഗത്തിൽ ഒന്നാമനായി തീരൂ എന്ന് പറയുന്ന ആ സ്നേഹമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. ഈ നോമ്പുകാലത്ത് മത്സരിക്കുവാനല്ല, കീഴ്പ്പെടുത്തുവാനോ തോൽപ്പിക്കുവാനോ അല്ല, മത്സരത്തിലൂടെ എൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാനോ, അതിപ്പം എൻ്റെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അപ്പനും അമ്മയുമാണെങ്കിലും ഞാനാണ് വലിയവൻ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം, ഞാനാണ് ശരി, നിങ്ങൾക്ക് തെറ്റുപറ്റാമെന്നൊക്കെയുള്ള മനോഭാവങ്ങൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ
പ്രിയമുള്ളവരെ, ഈശോ പറയുകയാണ്, യഥാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത് കീഴ്പ്പെടുത്തുകയോ തോൽപ്പിക്കലോ അല്ലെങ്കിൽ മത്സരബുദ്ധിയോടെ ഒന്നാമനാകുവാനായിട്ട് മുന്നേറുകയോ അല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ്. അതാണ് കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തത്. പാപികളായ നമ്മളെ അവൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം കൊണ്ട്, ദിവ്യജലം കൊണ്ട്, വിശുദ്ധ കുർബാനയും കുമ്പസാരവുമാകുന്ന കൂദാശകൾ കൊണ്ട് നമ്മളെ കർത്താവ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിച്ചിരുന്നു. അവൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്ത് തെറ്റാണുള്ളത്? കാരണം സ്നേഹം തരാതെയല്ല, സ്നേഹം കുരിശോളം തൻ്റെ ജീവൻ വരെ വെടിഞ്ഞുകൊണ്ട്, തൻ്റെ ദൈവീകത പോലും മാറ്റി നിർത്തിക്കൊണ്ട്, ഒരു മനുഷ്യനായിക്കൊണ്ട് ഇന്നും എന്നും ലോകാവസാനം വരെ നമ്മളോടായിരുന്നു കൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പാപികളായി നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ വലിയ രഹസ്യങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരല്പം കൂടി സ്നേഹം, ഒരല്പം കൂടി ആത്മാർത്ഥത, ഒരല്പം കൂടി വിശ്വസ്തത ദൈവത്തിന് നൽകുമ്പോൾ അത് നമ്മുടെ പരസ്നേഹത്തിലും പ്രകടമായിട്ട് തീരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാവും. മത്സരിക്കുവാനോ തോൽപ്പിക്കുവാനോ ഉള്ള മനോഭാവങ്ങളൊക്കെ മാറി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കുവാനുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ദൈവവചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാം. സ്നേഹിക്കുവാനുള്ള ശക്തി, ദൈവ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരട്ടെ. ദൈവം നമ്മെ ശക്തിപ്പെടട്ടെ. ദൈവത്തെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.